നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ സമയം 9:15 അടുക്കുന്നു, 9:13. നമ്മളിപ്പോൾ ഇന്ന് പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഡാറ്റ വന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ് ഒന്നാം സ്ഥാനത്ത് M&M. ഇന്ന് നമ്മൾ ഡൗൺ സൈഡ് പോകുന്ന സ്റ്റോക്കുകളിൽ നോക്കാമെന്ന് വിചാരിക്കുകയാണ്. M&M തൊട്ട് ഇങ്ങോട്ടേക്ക് കോൾ ഇന്ത്യ. അപ്പോൾ നമ്മളിന്ന് കോൾ ഇന്ത്യയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമ്മളെടുത്ത് അത്യാവശ്യം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു മഞ്ഞ ലൈൻ കാണുന്നത് ഇത് ട്രെൻഡ് ലൈനാണ്. ഇത് വരുന്നത് നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ കൃത്യം മധ്യഭാഗമാണ്. ഇത്രയൊന്ന് അടയാളപ്പെടുത്തിയേക്കുവാണ്. അപ്പോൾ കോൾ ഇന്ത്യ 482 പ്രീ ഓപ്പൺ, അതായത് മധ്യഭാഗത്തിന് മുകളിലാണ് പ്രീ ഓപ്പൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഇതിലെടുക്കും, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തും. അപ്പോൾ ഇത് എൻട്രി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ സ്റ്റോക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അദാനി പോർട്ടിൽ നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ അവിടെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നമ്മളത് എൻട്രി എടുത്തതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1:3 ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമ്മളവിടെ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് 1:2 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. $380.65. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1 മിനിറ്റ് ക്യാൻഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തേക്കുന്ന 5 മിനിറ്റിനേലും കുറച്ചും കൂടെ ഷാർപ്പായിട്ട് നമുക്കത് കണ്ട് മനസ്സിലാക്കി എൻട്രി എടുക്കാനായിട്ട് 1 മിനിറ്റിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടിട്ട് നമ്മൾ 1 മിനിറ്റാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കണം. 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. %5, അതായത് $1402.10. അപ്പോൾ എന്തായാലും നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്ന ബൈ ആണ്. ബൈ ഓർഡർ ഇടേണ്ടത് എങ്ങനെയാണെന്നും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഇതെടുക്കുക. സ്റ്റോപ്പ് ലോസ് ഓർഡറുകളെല്ലാം ട്രിഗർ ചെയ്തിട്ടാണ് സെല്ല് ചെയ്ത് പോകേണ്ടത്. സോ ട്രിഗർ പ്രൈസ് നമ്മളിവിടെ കൊടുക്കണം. മാർക്കറ്റ് പ്രൈസിൽ അത് എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പോൾ ഇവിടെ ട്രിഗർ ടിക്ക് ചെയ്തു. അതിന് ശേഷം നമ്മുടെ പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. $1402. $1402.10. അത് നമ്മൾ വെച്ചു. അപ്പോൾ നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഓർഡർ ഇടുവാണ്. 17 ക്വാണ്ടിറ്റിയാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ മാർക്കറ്റ് ഓർഡർ ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടാർഗറ്റ് ഒന്ന് വെച്ച് കൊടുക്കണം. ടാർഗറ്റ് 1:2 ആണ് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. പക്ഷേ നമ്മളിന്ന് 1:, അദാനി പോർട്ട് ഇപ്പോൾ വലിയ ചേഞ്ച് ഒന്നും കാണിക്കുന്നില്ല. .something ചേഞ്ച് കാണിച്ചിട്ടുള്ളൂ. അതായത് ഇന്നലെ ഇത് ഓപ്പൺ ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ചെയ്തേക്കുന്നത്. സോ ഇങ്ങോട്ടേക്കൊരു മൂവ് നമുക്കിനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെ മാർക്കറ്റ് ലോ ടു ഹൈ വെച്ചേക്കുന്നത് ടോട്ടൽ ചേഞ്ച് 1.7 ആണ്. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ ലൈൻ വരെ ഒരു 2% മൂവ് എന്നത്, അല്ലെങ്കിൽ 2.5% മൂവ് നടത്തിയാൽ നമുക്ക് ഒരു 1:3 ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ടാർഗറ്റ് ഓർഡർ 1:3 നമ്മൾ വയ്ക്കുവാണ്. 1:3. അതിൻ്റെ പ്രൈസ് വരുന്ന $1374.10. അപ്പോൾ നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. സോ ഇനി അത് തിരിച്ച് ബൈ ചെയ്യണം. ഇവിടെ മാർക്കറ്റ് ഓർഡർ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ഇത് അൺചെക്ക് ചെയ്താൽ അത് ലിമിറ്റ് ഓർഡർ ആയിട്ട് നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ടാർഗറ്റ് ഓർഡറുകൾ എപ്പോഴും ലിമിറ്റ് ഓർഡർ ആയിരിക്കും. 1374.10. 1374.10.
ബൈ ഓർഡറായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടിലൊന്ന് സംഭവിക്കുക എന്നുള്ളതാണ് ഇനി നടക്കേണ്ടത്. നമുക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്കപ്പോൾ വാച്ച് ചെയ്യാം മാർക്കറ്റിന് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് പുരോഗമിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇന്നും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് പോയേക്കുന്നത്. ഇവിടെ കൊണ്ട് നമ്മൾ ട്രേഡ് നിർത്തുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ടിരിക്കുന്ന ആൾക്കാർ ഈവനിങ് ടൈമിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ ഒന്ന് ചാർട്ട് എടുത്ത് നോക്കുക. അതിന് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എന്താണ് മിസ്റ്റേക്ക് സംഭവിച്ചത്, അതുപോലെയുള്ള കാര്യങ്ങൾ ഈവനിങ് എല്ലാം കഴിഞ്ഞിട്ട് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോസ് പോയേക്കുന്നത് 121 രൂപയാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഇപ്പം 3ാമത്തെ ദിവസമാണ് നമുക്ക് ലോസ് അടിക്കുന്നത്. ഇതിന് മുമ്പും കണ്ടിന്യൂസ് 3 ദിവസം വന്നിട്ടുണ്ട്. അതേപോലെ കണ്ടിന്യൂസ് 3 ദിവസം പ്രോഫിറ്റുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇട്ടേക്കുന്ന ഈ ബൈ ഓർഡർ നമ്മളങ്ങ് ക്യാൻസൽ ചെയ്യുവാണ്. അത് നമ്മൾ അപ്പോൾ തന്നെ മറക്കാതെ ക്യാൻസൽ ചെയ്തോണം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് തിരിഞ്ഞിരിക്കുന്നു. ഇപ്പം നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഇവിടെ ഓൾ ഓവർ പോസിറ്റീവാണ് ഇന്നത്തെ ദിവസം കാണിച്ചേക്കുന്നത്. വലിയ ഗ്യാപ്പ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിനുശേഷം പോസിറ്റീവാണ്. സോ നമ്മൾ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുക്കുക, പോരുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇതോടെ കഴിഞ്ഞു. താങ്ക് യു.